പ്രാർത്ഥന ഒരു വിശ്വാസിക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്ത കാര്യമാണ്. ഇവിടെ ഇന്ന് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് റബ്ബനാ വലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അഹ്റാഫ് അധ്യായത്തിന്റെ 23-ാമത്തെ വചനത്തിലുണ്ട്. പ്രാർത്ഥിച്ചുകൊണ്ടാണ് ആദം നബി ഭൂമിയിൽ വരുന്നത് തന്നെ. അപ്പോൾ ജീവിതത്തിന്റെ അനിവാര്യത ഏത് മനുഷ്യൻ നമ്മൾ ആദം നബിയുടെ യഥാർത്ഥ മക്കളാണെങ്കിൽ ആ പ്രാർത്ഥന ഒഴിവാക്കരുത് ഒരിക്കലും. റബ്ബനാ വലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഒരു ദിവസം ഈ പ്രാർത്ഥന ഒഴിവാക്കരുത്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം സത്യത്തിൽ അപരാധിയല്ല, മഅ്സൂമാ നബിയാണ്. നമ്മുടെ ജീവിതം നമുക്കൊക്കെ അറിയാം എന്തൊക്കെ അപരാധങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ പറ്റിപ്പോയിട്ടുള്ളത്. ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കണം. ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല അശ്രദ്ധന്റെ പ്രാർത്ഥന സ്വീകരിക്കുകയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. ശ്രദ്ധിക്കണം, ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ അശ്രദ്ധനായി പ്രാർത്ഥിക്കരുത്, നിസാരവൽക്കരിച്ച് പ്രാർത്ഥിക്കരുത്, അശ്രദ്ധനായി പ്രാർത്ഥിക്കരുത്. നിറഞ്ഞ മനസ്സോടുകൂടെ, ഹൃദയ സാന്നിധ്യത്തോടുകൂടെ അല്ലാഹ് അല്ലാഹ് മനസ്സുരുകി പറയണം. അങ്ങനെ അല്ലാതെ പ്രാർത്ഥിക്കുക ചെയ്യരുത്. അപ്പോൾ അല്ലാഹു വാതിൽ തുറക്കും. ഏത് കുറ്റവാളിക്ക് വാതിൽ തുറക്കും, യാതൊരു സംശയവും. കാരണം അല്ലാഹു കരുണാവാരിധിയാണ്. അല്ലാഹുവിന്റെ കരുണ എന്ന് പറഞ്ഞാൽ അത് പറയാതെ. ഒരിക്കൽ ഒരു സ്ത്രീ, ഒരു സംഭവമുണ്ട്. ഒരു വീട്ടിലേക്ക് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ക്ഷണിച്ചു. അപ്പോൾ ആ വീട്ടിലെ സ്ത്രീ തൻ്റെ കുഞ്ഞുങ്ങളുമായി ഹബീബായ നബിയുടെ മുന്നിൽ വന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോക്കി നിൽക്കവേ ഈ സ്ത്രീ വീട്ടിലിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്ന തീയിൽ തീ കാണിച്ചു കൊടുത്തു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കത്തിക്കൊണ്ടിരിക്കുന്ന തീയിലേക്ക് നോക്കി. എന്നിട്ട് ഈ സ്ത്രീ മുസ്തഫ നബിയോട് ചോദിക്കുകയാണ്, ഹബീബായ നബിയോട്, നബിയെ, ഞാൻ എൻ്റെ കുട്ടിയെ തീയിലിടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നബിയെ? ഇതിന് സമാനമായ വേറെ ഒരു സംഭവമുണ്ട്. ഇത് വേറെ സംഭവമാണ്. ഞാൻ എൻ്റെ ഈ കുട്ടിയെ തീയിലിടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നബിയെ? എനിക്ക് ഈ കുട്ടി അത്ര ഇഷ്ടമല്ലേ നബിയെ? അപ്പോൾ ഹബീബായ നബി, ഒരിക്കൽ നിങ്ങളത് ചെയ്യൂല, നിങ്ങളെ സ്വമനസ്സാരെ ഒരിക്കലും നിങ്ങളത് ചെയ്യൂല. നിങ്ങൾ ആ കുട്ടികളെ സ്നേഹിക്കുന്ന ആളാണെന്ന് എനിക്കറിയാം. അപ്പോൾ ഹബീബായ നബിയോട് ഈ സ്ത്രീ അടുത്തതായി ചോദിച്ചു, ഞാൻ എൻ്റെ ഈ കുട്ടികളെ സ്നേഹിക്കുന്ന സ്നേഹമാണോ അള്ളാഹു തൻ്റെ അടിമകളെ സ്നേഹിക്കുന്ന സ്നേഹമാണോ വലുത് നബിയെ? അപ്പോൾ ഹബീബായ നബി പറഞ്ഞു, അങ്ങയുടെ കുട്ടിയെ, മഹദിയുടെ കുട്ടിയെ സ്നേഹിക്കുന്നതിൻ്റെയൊക്കെ എത്രയോ വലുതാണ് അള്ളാഹു തൻ്റെ അടിമയോടുള്ള സ്നേഹം. എന്തുകൊണ്ട്? ആ അള്ളാഹുവിൻ്റെ സ്നേഹത്തിൽ നിന്നാണ് താങ്കൾക്ക് പോലും ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ പിന്നെ അള്ളാഹുവിൻ്റെ സ്നേഹം എത്രയായിരിക്കും? എങ്കിൽ അള്ളാഹു തൻ്റെ അടിമകളെ തീയിലിടുമോ നബിയെ എന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ തങ്ങളോട് ആ പ്രാർത്ഥന, ആ ചോദ്യത്തെ അഭിമുഖീകരിച്ചപ്പോൾ ഹബീബ് കരഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്ര വലിയ കരുണാവാരിധിയാണ് അല്ലാഹു ജല്ല ജലാലായ സുബ്ഹാൻ എന്ന് നമ്മൾ ചിന്തിക്കണം. ഇപ്പൊ കൈ അങ്ങോട്ട് നീട്ടം മനസ്സറിഞ്ഞ് കൈ നീട്ടം അത് വളരെ ശ്രദ്ധിക്കണം. ഇല്ലേ, ഒരു അശ്രദ്ധനായ സമയമാണോ, നമുക്ക് മനസ്സിന് ഒരു ഏകാഗ്രത കിട്ടാത്തൊരു നേരമാണോ, അപ്പോൾ പ്രാർത്ഥിക്കേണ്ട. പിന്നെ സ്വാഭാവികമായി നമ്മുടെ പ്രാർത്ഥിച്ചോളും. മനസ്സറിഞ്ഞിട്ടല്ലാതെ ഒരു കാരണവശാലും പ്രാർത്ഥിക്കരുത്. മനസ്സറിഞ്ഞവർ പ്രാർത്ഥിക്കണം, എപ്പോഴും പ്രാർത്ഥിക്കണം. മനസ്സ് പൊട്ടി അള്ളാഹുവിനോട് ഒരു കാര്യമാണ് പറഞ്ഞാൽ അള്ളാഹുവിനത് ഒഴിവാക്കാനേ കഴിയും. ഇന്നല്ലാഹ യസ്തഹി അൻ യറുദ്ദ ഐദിയ ദാഇ സിഫ്റൻ എന്ന് മുഹമ്മദ് മുസ്തഫ. ഇന്നല്ലാഹ യസ്തഹി, അള്ളാഹുവിന് ലജ്ജയാണ്, അൻ യറുദ്ദ ഐദിയ ദാഇ, പ്രാർത്ഥിക്കുന്നവന്റെ കൈകളെ തള്ളിക്കളയാൻ, സിഫ്റൻ വട്ടപൂജ്യമായി ഒന്നുമില്ലാതെ, ഒന്നും കൊടുക്കാതെ പ്രാർത്ഥിച്ചവനെ തള്ളിക്കളയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ലജ്ജയാണ്. ഒരു രാജാവിന്റെ വീട്ടുവാതിൽക്കൽ ഒരാൾ യാചിച്ചു വന്നിട്ട് ഒരു രാജാവ് അയാളെ വെറുതെ കൈകൊണ്ട് പറഞ്ഞേക്കും, ഒരു മാന്യനായ ഒരു രാജാവ്. അത് അദ്ദേഹർക്ക് കുറച്ചില്ലല്ലേ, അയാളെ രാജകൊട്ടാരത്തിന് മുതൽ കൈനീട്ടിൽ ഒന്നും കിട്ടാവാതെ പോവാൻ തന്നെ. ഈ നിസ്സാരനായ മനുഷ്യൻ എന്ന രാജാവ് പോലും ഇങ്ങനെ ആണെങ്കിൽ, അല്ല മനുഷ്യന് നമ്മളെ വീട്ടിന് മുന്നിൽ ഒരാൾ കൈനീട്ടിയിട്ട് അയാൾ വെറുതെ പറഞ്ഞേക്ക് നമുക്ക് കഴിയും എങ്കിൽ നമ്മുടെ ഇടയിലുള്ള ഒരു വലിയ ആളാവസ്ഥ എന്തായിരിക്കും? എങ്കിൽ എന്ത് മനുഷ്യൻ, രാജാതിരാജൻ, ഈ ലോകം മുഴുവനും പ്രാർത്ഥിച്ചു കൊടുത്താലും അവന്റെ അധികാര മണ്ഡലത്തിൽ അല്പം പോലും കുറവ് വരില്ല. അങ്ങനെയുള്ളൂ.
ഈ ലോകത്ത് എല്ലാവർക്കും കൊടുത്തു, എല്ലാവർക്കും കൊടുത്തു, എല്ലാവർക്കും കൊടുത്തു. ഈ ലോകത്ത് എല്ലാവരും ചോദിച്ച മുഴുവൻ അങ്ങോട്ട് കൊടുത്താലും മുൽക്കി ചെയ്യുന്ന അവന്റെ ഖജനാവിലെ ഒരു അല്പം കമ്മി വരാത്ത രാജാവല്ലേ അള്ളാഹു. ആ രാജാവിനോട് എങ്ങനെ നമ്മളെ വട്ടപൂജ്യമായി പറഞ്ഞേക്കാൻ കഴിയും? പക്ഷെ നമ്മളെ ഏകാഗ്രത വേണം, മനസ്സാന്നിധ്യത്തോടുകൂടി അല്ലാതെ പ്രാർത്ഥിക്കുക. അത്ര ഞാൻ നിങ്ങൾ ഈ വിഷയത്തിൽ നിങ്ങളോട് പറയുന്നുള്ളൂ. സത്യത്തിൽ ഏകാഗ്രമായ മനസ്സോടുകൂടി എന്ത് പറഞ്ഞാലും അതാര് പറഞ്ഞാലും ചിലപ്പോൾ നിബന്ധനകൾക്കൊക്കെ അതീതമായി, നിബന്ധനകളൊക്കെ സാധാരണ പറയുന്നതാണെങ്കിൽ പോലും ചിലപ്പോൾ നിബന്ധനകൾക്കും അതീതമായി അള്ളാഹു ഇടപെട്ട സംഭവങ്ങൾ എനിക്കറിയാം, എൻ്റെ ആയുസ്സിൽ എനിക്കറിയാം. ചിലപ്പോൾ നിബന്ധനകൾക്കൊക്കെ അതീതമായി, അതായത് മനുഷ്യരായ നമ്മെ സംബന്ധിച്ച പ്രാർത്ഥനയ്ക്ക് കുറെ നിബന്ധനകളുണ്ട്. പക്ഷെ മനസ്സ് പൊട്ടി അള്ളാഹുവിനോട് പറഞ്ഞാൽ അവിടെ പിന്നെ നിബന്ധന ഒന്നുമില്ല, അള്ളാഹു ഇടപെടും. എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ അടിമയുടെ വേദന നോക്കി നിൽക്കൂല അള്ളാഹു. അവൻ അത്ര വലിയ കരുണാവാരിധി എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കും. അള്ളാഹുവിന്റെ കരുണയെ പറ്റി പറഞ്ഞാൽ ഇന്ന് വിഷയം പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ അവിടുന്ന് പോവാണ്. അത്ര വലിയ റബ്ബാണ്, അത്ര വലിയ കരുണാവാരിധിയാണ് അവൻ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കും. അതുകൊണ്ട് അവന്റെ കരുണക്കടലായ റബ്ബിനോട് കൈനീട്ടണം. കടലെന്നൊന്നും പറയാൻ പറ്റൂലല്ലോ, അതൊക്കെ സൃഷ്ടിയല്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഹൃദയം തുറന്ന് അള്ളാഹുവോട് പ്രാർത്ഥിക്കണം. റബ്ബനാ വലംനാ അൻഫുസനാ നിത്യജീവിതത്തിൽ ഒഴിവാക്കാൻ പാടില്ലാത്ത ഒരു പ്രാർത്ഥനയാണ്. പ്രാർത്ഥന നിങ്ങൾക്കറിയാമല്ലോ. ഖുൽ മാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും. പ്രാർത്ഥനയില്ലെങ്കിൽ അള്ളാഹു നിങ്ങളെ പരിഗണിക്കുകയില്ല. ബഹുമാനപ്പെട്ട സൂറത്തുൽ ഫുർഖാന്റെ 77-ാമത്തെ വചനം, ഖുൽ മാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും. നിങ്ങളുടെ പ്രാർത്ഥനയില്ലെങ്കിൽ അല്ലാഹു തആല നിങ്ങളെ പരിഗണിക്കുകയില്ല. അപ്പോൾ പ്രാർത്ഥനയാണ് പ്രധാനം. പ്രാർത്ഥന അദ്ദുആഉ ഹുവൽ ഇബാദ, ആരാധന എന്നാൽ അടിസ്ഥാനപരമായി അത് പ്രാർത്ഥനയാണ് എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വേറെയും ഹദീസ് കാണാം, അദ്ദുആഉ സിലാഹുൽ മുഅ്മിനി. മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മുന്നിൽ ഏറ്റവും വലിയ ഒരു ആയുധമുണ്ട്. എന്താണ് അവന്റെ ആയുധം? അത് മറ്റൊന്നുമല്ല, പ്രാർത്ഥനയാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ യറുദ്ദുൽ ഖളാ ഇല്ല ദുആ. ഏത് ഖളായിനെയും, ഏത് ഖദറിനെയും, ഖളായിനെയും, ഏത് വിധിയെ പോലും, അള്ളാഹുവിന്റെ വിധിയെ പോലും തട്ടിക്കളയാൻ അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയ്ക്ക് കഴിയുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രാർത്ഥനയുടെ പ്രാധാന്യങ്ങൾ അറിയിക്കുന്ന ഹദീസുകൾ അനവധിയാണ്. നിങ്ങളെല്ലാവരും ജീവിതത്തിൽ പലപ്പോഴും കേട്ടതാണ്, ഞാൻ അതിൻ്റെ പിന്നിൽ വിശദീകരണം നൽകുന്നില്ല. അതിൻ്റെ മര്യാദകളും എല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ടതാണ്. ബിസ്മി ഹംദ് സ്വലാത്ത് കൊണ്ട് തുടങ്ങുക. ഹംദും സ്വലാത്തും വളരെ മർമ്മമാണ്. ബിസ്മി കൂടി ചേർക്കാൻ കഴിഞ്ഞാൽ വളരെ പ്രധാനവുമാണ്. ഇങ്ങനെയൊക്കെ പ്രാർത്ഥന ആരംഭിക്കാൻ കഴിഞ്ഞാൽ ആ പ്രാർത്ഥനയ്ക്ക് അള്ളാഹുവിൻ്റെ ഒരു സ്വീകാര്യതയുണ്ടാവും. ഹംദ് സ്വലാത്ത് കൊണ്ട് അവസാനിപ്പിക്കുകയും ചെയ്യുക. പിന്നെ ഹലാലായ ഭക്ഷണം കഴിക്കുക. ഇതൊക്കെ പ്രാർത്ഥനയുടെ നിബന്ധനകളിൽപ്പെട്ടതാണ്. അള്ളാഹുവിൻ്റെ കൽപ്പനക്കനുസരിച്ച് ജീവിക്കുക. ഇതൊക്കെ പ്രാർത്ഥനകളുടെ പ്രാധാന്യങ്ങളിലും നിബന്ധനകളിലും മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്.